ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം വായിച്ചു നോക്കുക. 18 വയസ്സിന് ശേഷം മാത്രമുള്ളവർ മാത്രം ട്രേഡ് ചെയ്യാനിരിക്കുക. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ട്രാറ്റജിയാണ് സംസാരിക്കുന്നത്. ഒരു സ്ട്രാറ്റജി സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം എങ്ങനെ ട്രേഡ് എടുക്കാം, എങ്ങനെ സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഒരു വീഡിയോ പോലെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും ഇത് ഈ ഒരു വീഡിയോ ഉപയോഗമായിരിക്കും. അതുപോലെ തന്നെ ബിഗിനർക്കും രണ്ട് ടീമുകൾക്കും ഉപയോഗമായിരിക്കും. ഓക്കെ, ഇനി ഇത്രയും കാലം ട്രേഡ് ചെയ്തു, ഞാനൊരു പ്രോഫിറ്റബിളായിട്ട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് എനിക്ക് വാഷ് ഔട്ടായി പോകുന്നു, എൻ്റെ അക്കൗണ്ട് ബ്ലോ ആയി പോകുന്നു എന്ന് പറയുന്നവർക്കും, എത്ര ട്രേഡ് ചെയ്തിട്ടും ഞാനൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നവർക്കും ഒക്കെയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാറ്റജി നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെ ട്രേഡ് ചെയ്യണം, എങ്ങനെ ട്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഈ സ്ട്രാറ്റജി പറയുന്നതിന് മുമ്പേ ഞാൻ പറയാം, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ ചാർട്ടിൽ ഫൈൻഡ് ചെയ്യുന്നതിന് ഒരുപാട് സമയം നിങ്ങൾ ചിലവഴിക്കേണ്ടി വരും. ഇതൊരു ഷുവർ ഷോട്ട് സ്ട്രാറ്റജിയാണ്. പക്ഷെ നിങ്ങൾ ഒരുപാട് സമയം ഇതിനു വേണ്ടി, കാരണം നമുക്ക് ബാക്കിയുള്ള മെത്തേഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ വരും. ഓക്കെ, പല ചാർട്ടുകൾ, പല സ്ട്രാറ്റജികളും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പല സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്നൊരു സ്ട്രാറ്റജി കുറച്ച് ബുദ്ധിമുട്ടും ഇതിന് ഈ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചിലപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഇതൊരു വലിഞ്ഞ ഒരു വീഡിയോ ആയിരിക്കും. എല്ലാ വീഡിയോവും എൻ്റെ വലിഞ്ഞൊരു വീഡിയോ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇത് ഫസ്റ്റായിട്ട് കേൾക്കുന്ന വേറൊരു വ്യക്തി ചിലപ്പോൾ അത് ബിഗിനർ ആയിരിക്കാം, ഇതിൻ്റെ ABCD അറിയാത്തവരായിരിക്കാം. അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാക്കുന്ന വിധത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് എവിടെയാണ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ നോക്കിക്കോളൂ. കാരണം എല്ലാ യൂട്യൂബർമാരും പറയും സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് ഒരു കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്തോളൂ. ഓക്കെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ അങ്ങനെ അതേപോലെ നിങ്ങളുടെ കംഫോർട്ടിനിരുന്ന് ഇത് കേൾക്കുക. ഓക്കെ, ഇതിൽ ഇന്ന ഭാഗത്ത് മാത്രമാണ് ഞാനൊരു നല്ല കാര്യം പറയുന്നതെന്നൊന്നുമില്ല. ഈ വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയേണ്ടത് നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പാണിത്. ഓക്കെ, അപ്പോൾ ഈ മായാവി ട്രേഡിംഗ് എന്നുണ്ടാവും. ഓക്കെ, ഇതിൽ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മായാവി ട്രേഡിംഗ് ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ടെലിഗ്രാം ഗ്രൂപ്പ് കിട്ടും. ഓക്കെ, ഞാൻ പറയുന്നതിന് കുറച്ച് ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമല്ല, പനിയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളൊപ്പം പോയിട്ട് കളിക്കുകയൊക്കെ ചെയ്താണ്. അപ്പോൾ കുറച്ച് ഐസ്ക്രീമൊക്കെ വാരി തിന്നു, അതൊക്കെ പനി പിടിച്ചാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ, ടെലിഗ്രാം ഗ്രൂപ്പ്. ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ റിസൾട്ട്. VIP ഗ്രൂപ്പിലുള്ള നമുക്ക് VIP ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ VIP ഗ്രൂപ്പിലുള്ള ട്രേഡ് എടുക്കുന്നത് റിസൾട്ട് ഇടുന്ന ഗ്രൂപ്പാണിത്. മെയിൻ പബ്ലിക് ഗ്രൂപ്പാണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, അല്ലെങ്കിൽ ഒന്നുകൊണ്ടും ശങ്കിക്കേണ്ട ആവശ്യമില്ല. ഇതവിടെ ടേൺ ഓവർ ലിങ്ക് ഉണ്ട്, കോട്ടക്സിൻ്റെ ലിങ്ക് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ കോട്ടക്സിൻ്റെ അക്കൗണ്ട്
ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ഇമെയിൽ ഐ ഡി എന്ന് വെച്ചാൽ ബേസിക്കലി ന്യൂ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പഴയ കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പ്രൊഫൈലിൽ പോവുക, പ്രൊഫൈലിൽ പോയി ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏത് മെയിൽ ഐ ഡിയാണോ കൊടുത്തത് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്കൊരു ഡീആക്ടിവേഷൻ ലിങ്ക് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പെർമനൻ്റ്ലി ഡിലീറ്റായി. അതിനുശേഷം നിങ്ങളുടെ ആപ്പിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കോട്ടക്സിൻ്റെ നിങ്ങൾ ക്രോം വഴി കൂടെ ചെയ്യുക. ഇനി ആപ്പ് എങ്ങാനും ഉണ്ടെങ്കിൽ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഓക്കെ. അതിനുശേഷം പുതിയ ജിമെയിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ കോട്ടക്സിന് ഉപയോഗിക്കാത്ത ഒരു ജിമെയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ലിങ്ക് ഇതൊക്കെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് വരും. നിങ്ങൾ സെർച്ച് ഇവിടെ കൺട്രി ഇന്ത്യ കൊടുക്കുക. ഏത് രാജ്യത്താണോ നിങ്ങളുള്ളത് ആ രാജ്യം കൊടുക്കുക. എന്ന് വെച്ചാൽ ഏത് രാജ്യത്തെ ഡോക്യുമെൻ്റാണോ നിങ്ങൾ ഐ ഡി പ്രൂഫായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഇവിടെ കൊടുക്കുക. കറൻസി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കറൻസി കൊടുക്കാം. USD കൊടുക്കാം, INR കൊടുക്കാം. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ആ ജിമെയിൽ ഐ ഡി, ഓക്കെ, പുതിയ ജിമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, 2 ക്ലിക്ക് ചെയ്യുക, രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. അതിന് ശേഷം നിങ്ങൾക്കൊരു ID കിട്ടും. ഓക്കെ, ഇതൊരു ID കിട്ടും, ഒരു 8-9 ഡിജിറ്റൽ ID കിട്ടും. ആ ID എനിക്ക് അയച്ചു തരിക. ഓക്കെ, ഇവിടെ ക്ലോസ് ചെയ്യട്ടെ. ആ ID എങ്ങോട്ട് അയക്കിയതാണ്? മായാവി എന്ന് പറഞ്ഞത് അവിടെ കണ്ടോ? ഇതുണ്ടോ? സെൻഡ് ടു ID എന്ന് പറഞ്ഞത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ID നമ്പർ എനിക്ക് അയച്ചു തരാം. അപ്പോൾ ഞാനെന്ത് ചെയ്യും? ID നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് മിനിമം $20 നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ഡെപ്പോസിറ്റ് മെസ്സേജ് ചെയ്യുക. VIP ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. VIP 11 AM 11:30 ആണിപ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. 11 AM 2 PM 9 PM ലൈവ് ഗൂഗിൾ മീറ്റ്. ഇത് എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റിലേക്ക് വരില്ല. കാരണം മാർക്കറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്കറ്റ് മോശമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ ലൈവ് സിഗ്നൽസ് കൊടുക്കും. മാർക്കറ്റ് ഓക്കെ നല്ലതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലൈവിൽ വരും. ഓക്കെ, ഗൂഗിൾ മീറ്റിൽ ലൈവിൽ വരും. കഴിയുന്നതും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആയിരിക്കും ഞാൻ വരിക. തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ എന്താ പറയുക, ഇതിൽ വരില്ല, ഗൂഗിൾ മീറ്റിൽ വരില്ല. ഓക്കെ, പിന്നെ പ്രൊമോ കോഡ്, പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക്, പിന്നെ മെസ്സേജ് ചെയ്യാനുള്ളത്, ഇതെങ്ങനെയാണിത്. ഓക്കെ, ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പിലേക്ക് VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ട്രേഡുകളുടെ ഒരു കോപ്പി നിങ്ങൾക്കും അതിൽ കിട്ടും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കുറേ പേർക്ക്. പക്ഷെ അറിയാത്ത ആരെങ്കിലും ഒരാൾ ഇതിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം കിട്ടുന്നില്ല നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുട്ടികൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫുള്ള് ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്ന് രാത്രി മുതൽ ഞാൻ എല്ലാവരെയും ആഡ് ചെയ്യുന്നതാണ്. പബ്ലിക് ചാനലിലായിട്ടും VIP ഗ്രൂപ്പിലേക്ക് ഓൾറെഡി എന്താ പറയുക ഡെപ്പോസിറ്റ് ചെയ്തിട്ടും ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് സൺഡേ 8 മണിക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജി ഞാൻ പറയാം. അധികം വലിച്ചു നീട്ടുന്നില്ല. സ്ട്രാറ്റജി ഞാൻ പറയാം. സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. അത് ഒരു ക്യാൻഡിൽ, ഇത് വേറൊരു ക്യാൻഡിൽ. ഓക്കെ, 2 ക്യാൻഡിൽ. ഓക്കെ, സോറി. ഓക്കെ, ഞാൻ വരയ്ക്കുന്നത് എനിക്ക് എളുപ്പം തോന്നുന്നു. ഓക്കെ, ഇതൊരു റെഡ് ക്യാൻഡിൽ. സോറി, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒരു റെഡ് ക്യാൻഡിൽ. ഇത് ഗ്രീനാണല്ലോ, ഞെക്കിയത് കളറ് വേറെ എന്തൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇത് ഗ്രീൻ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, ഇത് റെഡ് ക്യാൻഡിൽ, ഇത് ഗ്രീൻ ക്യാൻഡിൽ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെഡ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓരോ ക്യാൻഡിൽ ഇങ്ങനെ വരികയാണ്. റെഡ് ക്യാൻഡിൽ ഇങ്ങനെ വന്നു. ഇവിടുന്ന് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഉണ്ട്. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോമായി പോകുന്നു. ഇതാണിത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓവറോൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ
ഒരു മിനിറ്റ്. ഞാൻ നേരത്തെ മാർക്കറ്റ് കാണിച്ചില്ലേ നിങ്ങൾക്ക്? സോറി, ഗ്രീൻ ക്യാൻഡിൽ ഓക്കെ, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ. സോറി കേട്ടോ, ഞാൻ ഇങ്ങനെ ടൈം എടുക്കുന്നത് സോറി, കാരണം വെച്ച് കഴിഞ്ഞാൽ സുഖമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്നാൽ പിന്നെ വേറെ പണിക്ക് പോയിക്കൂടാന്ന് ചോദിക്കണ്ട. ഓക്കെ, ഇത് തന്നെയാണ് ഇപ്പോൾ, ഇത് പണിയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതാ ഇങ്ങനെ വന്നു. ഓക്കെ, അതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ പോയി, പിന്നെ എങ്ങനെ അതിൻ്റെ ഇഷ്ടം പോലെ അത് പൊട്ടിക്കോട്ടെ. അപ്പോൾ എന്താ പറയുക, റെസിസ്റ്റൻസിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വന്ന് ഒരു സപ്പോർട്ടിൽ തട്ടി, അത് മെയിൻ സപ്പോർട്ടാവാം, സ്മോൾ സപ്പോർട്ടാവാം, എന്തും ആയിക്കോട്ടെ, പിന്നെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രാറ്റജി ഞാൻ പറയുന്നത്, ഇങ്ങനെ 2 ക്യാൻഡിൽ വന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വിക്കില്ലാതെ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇത്ര കാണിച്ചു തരാം. ഇത്ര വിക്ക്, ഈ ഒരു ചെറിയൊരു വിക്ക്, അതിൽ കൂടുതൽ പാടില്ല കേട്ടോ, ഇത്രയൊന്നും പാടില്ല. ഓക്കെ, കഴിയുന്നതും നിങ്ങൾ ഈ വിക്കില്ലാതെ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ, ഒരു ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ, ഇതിങ്ങനെ പോയിക്കോട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാനത് ചാർട്ടിൽ കാണിച്ചു തരാം. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് റെഡായിരിക്കണം. ഓക്കെ, ഇത് റെഡായിരിക്കണം, ഇത് ഗ്രീൻ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ഇവിടെ ഉണ്ടോ, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് അപ്പിലേക്ക് ട്രേഡ് എടുക്കാം. ഇതിൻ്റെ സെയിം തന്നെയാണ് ഓപ്പോസിറ്റ്. മനസ്സിലാവും? ഓപ്പോസിറ്റ് എന്താ പറയുക, മാർക്കറ്റ് മേലോട്ട് പോകുന്നു, അവിടെ നിന്ന് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചാർട്ടിൽ അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്, പക്ഷേ ഞാൻ ചാർട്ടിലും കൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഒന്ന് റീഫ്രഷ് ചെയ്യട്ടെ. ഓക്കെ, റീഫ്രഷ് ചെയ്തു. 30 സെക്കൻഡിൻ്റെ ഒരു സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അതും കൂടെ ചെയ്യാം. സോറി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് 100% അല്ല, 95 എബോ എന്ന് വിചാരിച്ചാൽ മതി. 95 എബോ അത്ര മതി, അതിൻ്റെ മേലോട്ടൊന്നും നമ്മൾ പോകണ്ട. ഒരു മാർട്ടിങ്കൽ ചിലപ്പോൾ വരാം, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഒരു മാർട്ടിങ്കൽ എടുക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രാറ്റജി. ഓക്കെ, ഇതാണ് സ്ട്രാറ്റജി. ഇതാണ് സ്ട്രാറ്റജി. ഞാനൊരു ഇതെടുക്കട്ടെ, യെല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് കേട്ടോ. റെഡ് വന്നു. ഓക്കെ, മിനിമം 2 റെഡെങ്കിലും വേണം കേട്ടോ. മിനിമം 2 റെഡെങ്കിലും വേണം, അല്ലെങ്കിൽ മിനിമം ഇവിടെ താഴെ നിന്നാണെങ്കിൽ മിനിമം 2 ഗ്രീനെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ റെഡ് വന്നു, ഒരു ഗ്രീൻ വന്നു. ആ ഗ്രീനിൻ്റെ ശ്രദ്ധിക്കണം, ആ ഗ്രീനിൻ്റെ എബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോസിങ് ക്യാൻഡിലല്ല, ഹൈ ക്യാൻഡിൽ എന്ന് വെച്ചാൽ വിക്ക് ഉണ്ടെങ്കിൽ ആ വിക്കും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അപ്പിലേക്കൊരു ട്രേഡ് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ വലുതാക്കി വെച്ചാൽ ഇപ്പോൾ 2 ക്യാൻഡിൽ വന്നു, റെഡ് ക്യാൻഡിൽ വന്നു. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ 2 റെഡ് ക്യാൻഡിൽ വന്നു. നെക്സ്റ്റ് ഒരു വിക്കും ഇല്ലാതെ ബോട്ടം ഇവിടെ
ക്രിയേറ്റ് ചെയ്തു. ഇതാണ് മെയിൻ വേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജി കണ്ടുപിടിക്കുക. ഇവിടെ 2 നിങ്ങൾക്ക് ഇവിടെ വന്നു, ഇത് വന്നു. അതിനുശേഷം ആ ക്യാൻഡിൽ അപ്പം എന്തായി, ബോട്ടം വന്നു, റെഡ് വന്നു, ഗ്രീൻ വന്നു, ഇനി മുകളിലേക്കാണ് ഇത് പോണത്. ഓക്കെ, നമ്മുടെ പ്രഡിക്ഷൻ അങ്ങനെയാണ്. ഇവിടെയാണ് നമ്മുടെ ഉണ്ടോ ഈ ഒരു ഭാഗം ആണ് നമ്മുടെ എന്താ ഹൈ, ഈ ക്യാൻഡിലെ ഹൈ. ഈ ക്യാൻഡിലെ ഹൈ എപ്പോഴാണോ ക്രോസ് ആവുന്നത് അപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുക. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒന്ന് വിന്നായി. ഇനി നമുക്ക് ഇതിലിങ്ങനെ നോക്കി നോക്കാം എവിടെയൊക്കെയാണ് ഈ ഒരു ചാർട്ടിൽ തന്നെ, ഈ ഒരു ഏതാണ് USD PKR തന്നെ എത്ര പ്രാവശ്യം ഇത് വിന്നാവുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, വിക്കുണ്ട്, കണ്ടോ, വിക്കുണ്ട്. ഈ വിക്കുള്ളത് കൊണ്ടാണ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചത്. ഓക്കെ, രണ്ടിലും വിക്ക് വരാൻ പാടില്ല. ഒന്നിലൊക്കെ ഒരു ചെറിയൊരു വിക്ക് വന്നാലും കുഴപ്പമില്ല, രണ്ടിലും വിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, ഇവിടെ ഇത് കറക്റ്റാണ്, പക്ഷെ എന്ത് പറ്റി, ഈ ബോട്ടം ശരിയല്ല. ഓക്കെ, ഇവിടെ നോക്ക്, ഒന്നിൽ മാത്രമേ വിക്ക് വന്നിട്ടുള്ളൂ. ഒന്നിൽ മാത്രമേ വിക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ല, ഒന്നിൽ വിക്ക് വന്നു കഴിഞ്ഞാൽ കേട്ടോ, ഇവിടെ നോക്ക്, ഇവിടെ ഈ ഒരു ഇതിൽ റെഡ് ഗ്രീന്. ഓക്കെ, പക്ഷെ ഇവിടെ 2 റെഡില്ല, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്ട്രാറ്റജി തപ്പിപ്പിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. ഇനി ഞാൻ താഴോട്ട് എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, ഇതുണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് വന്നു, ഉണ്ടോ, ഗ്രീൻ ഇവിടെ വന്നു, ഗ്രീൻ വന്നിട്ട് ഇവിടെ വന്നു, റെഡ് ക്യാൻഡിൽ വന്നു. ഈ റെഡ് ക്യാൻഡിലിൻ്റെ എന്ത് ചെയ്തു, ഹൈ ബ്രേക്ക് ചെയ്തു. ഈ ക്യാൻഡിൽ തന്നെ, ഈ ഹൈ ബ്രേക്ക് ചെയ്ത അടുത്ത ക്യാൻഡിലല്ല എടുക്കുക, ആ ക്യാൻഡിൽ തന്നെ നമ്മൾ എടുക്കണം. അതാണ് നമ്മുടെ 30 സെക്കൻഡിൻ്റെ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് 1 മിനിറ്റിലും എടുക്കാം, 30 സെക്കൻഡിലും എടുക്കാം, 30 സെക്കൻഡുമായിട്ട് എടുക്കാം, 1 മിനിറ്റും എടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ. എനിക്ക് 30 സെക്കൻഡാണ് എനിക്ക് പറ്റുന്നത്, പക്ഷേ 1 മിനിറ്റിൽ എടുക്കുന്നതിന് കുറച്ചും കൂടെ സേഫ്റ്റി. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കിയേ, ഇത് വന്നു, ഒരു ചെറിയൊരു വിക്ക്, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വിക്കാണെങ്കിൽ കുഴപ്പമില്ല, കണ്ടോ, ഇത് കുഴപ്പമില്ല, നമുക്ക് കുറച്ചും കൂടി വലുതായി കാണിച്ചു തരാം, ഇവിടെ കാണിച്ചു തരാം, കണ്ടോ, ഇതിന് ഹൈവേ വെക്കതു, പിന്നെ മാർക്കറ്റ് പോയി, കണ്ടോ. അപ്പോൾ ഇത് ഡബിൾ ബോട്ടം എന്നല്ല, എന്തെങ്കിലും വിളിച്ചോട്ടെ. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നോക്കി, ഒന്നിൽ മാത്രമേ വിക്കുള്ളൂ, മറ്റിൽ വിക്കില്ല, കണ്ടോ. അപ്പോൾ ഇത് കിട്ടാൻ കുറച്ച് പണിയാണ്. ഇവിടെ കണ്ടോ, പക്ഷെ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ് 2 ഗ്രീൻ ഇല്ല. പക്ഷെ നമുക്ക് നോക്കി പോകണം. മോഹൻലാൽ സിനിമയിൽ പറയുന്ന പോലെ ചോദിച്ച് പോകാമെന്ന് പറഞ്ഞ പോലെ നമ്മൾ നോക്കി പോകണം. ഇത് നമുക്ക് എടുക്കാമായിരുന്നു, പക്ഷേ ഇതെടുക്കാം, നമുക്ക് ഇവിടെ എടുക്കാം. ഇച്ചിരി വിക്ക് കൂടുതലാണ്, അതുകൊണ്ട് എടുക്കാതിരിക്കുന്ന നല്ലത്. പക്ഷേ അത് വിന്നായി, അത് നമ്മൾ നോക്കണ്ട. നമുക്ക് അങ്ങനെ എന്തോരം സ്ട്രാറ്റജികളുണ്ട് അല്ലേ. സ്ട്രാറ്റജികളിലൊക്കെ നമ്മൾ ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം വിന്നുകൾ കാണിക്കും. പക്ഷേ റിയലായിട്ട് നമ്മൾ കൈവച്ച് തുടങ്ങുമ്പോഴായിരിക്കും പണി കിട്ടുന്നത്. അല്ല, ചെറിയൊരു വിക്ക് ഒന്നിന് മാത്രം, കണ്ടോ, 2 റെഡ്, ഒന്നിന് മാത്രം ചെറിയ വിക്ക്. അപ്പം നമുക്ക് എടുത്തു. ഇവിടെ ഇതിൻ്റെ ഇതായില്ല, നോക്ക്, ഇവിടെ ഇത് ക്രോസ് ആയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ക്യാൻഡിൽ എടുക്കാൻ പോകരുത്. നിങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നത് വിചാരിച്ചു അല്ലേ, ഈ ക്രോസ് ആയില്ല, അപ്പോൾ അടുത്ത ക്യാൻഡിലാണ് ക്രോസ് ആയത്, അപ്പോൾ അതിലെടുക്കുന്നത് ഇല്ല. നമുക്ക് ക്രോസ് ആവാത്തതുകൊണ്ട് അത് ആ ട്രേഡേ അവിടെ വിട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നോക്ക്, കാരണം ഇത് ക്രോസ് ആവുമ്പോഴാണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇത് ക്രോസ് ആകുമ്പോഴാണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് MTGയിലെങ്കിലും കിട്ടുമോ അത്? മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വെറുതെ നമ്മളത് ക്രോസ് ആവാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ MTG ഉണ്ടാവില്ല, ചിലപ്പോൾ അതും ലോസ് ആവും, എല്ലാം കൂടെ ലോസായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഓപ്പോസിറ്റ് ഈ ക്യാൻഡിലിൻ്റെ ഇത് വിക്ക് ഇത് വെച്ചാൽ താഴോട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം. ഓക്കെ, ഹൈ ആണ്, ക്ലോസ് അല്ല, ഹൈ ആണ്. ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഈ ഒരു ക്യാൻഡിൽ പറഞ്ഞുതരാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ എന്താണ്? ഇത് ഓപ്പണാണ്, ഇത് ഈ വിക്കിൻ്റെ ഇവിടെ ഇത് ലോയാണ്.
ഇത് ക്ലോസ് ആണ്, ഇത് ഹൈ ആണ്. മനസ്സിലായോ? ഈ ഒരു ക്യാൻഡിൽ അത് സ്റ്റാർട്ടായി ഏറ്റവും ഹൈയിൽ പോയി, അപ്പോൾ അത് ഹൈ ആയി, അത് കഴിഞ്ഞ് അത് ക്ലോസ് ആയത് ഇവിടെയാണ്. അപ്പോൾ ഇത് ക്ലോസ്. ഓപ്പൺ ആയത് ഇവിടെ നിന്നാണ്. ഓപ്പൺ ആയി താഴോട്ട് പോയി, ലോയിലേക്ക് പോയി, പിന്നെ ഇത് മേലോട്ട്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാറ്റജി ഒന്ന് നിങ്ങൾ പരിധി നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്നാൽ പിന്നെ നിനക്കൊന്ന് ട്രേഡ് എടുത്തുവിടേടോ, നീ ഇങ്ങനെ വെറുതെ വായടിച്ച് നിന്നാൽ മതിയോ, ട്രേഡ് എടുത്തുവിടേടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രേഡ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വരണം. ഇവിടെ ഇല്ല, ഇവിടെ ഇതില്ല, കണ്ടോ? ഇവിടെ ഇല്ല, ഇവിടെ വലിയ വിക്ക് വന്നു. മനസ്സിലാവുന്നു? ഇതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ ചെറിയ വിക്കാണ് പറഞ്ഞത്, വലിയ വിക്ക് വന്നു. അതുകൊണ്ട് കണ്ടോ, ഇവിടെ ഈ രണ്ട് വന്നിട്ട് ഇവിടെ റെഡ് വന്നു, ഇവിടെ താഴോട്ട് ഇവിടെ ഇത് റെഡ് വരണ്ടായിരുന്നു. എന്തുകൊണ്ട് വന്നില്ല എന്ന് നോക്ക്. എന്തുകൊണ്ട് വന്നില്ല? കാരണം ഒന്ന് ഈ വലിയ വിക്ക്, രണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈ ഇതിൻ്റെ ഹൈ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തിട്ടില്ല. അത് തോന്നുന്നുണ്ടോ? ഇതല്ലാതെ ഇവിടെ ഈ റെഡ് വന്നു, ഇതാണ് നല്ല ഡബിൾ അല്ല, ഈ നല്ല അടിപൊളി ബോട്ടാണ് ഇവിടെ കിടക്കുന്നത്, ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ ഐ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ട്രേഡ് എടുത്തെങ്കിൽ എന്തായാലും സംഭവിച്ചേനെ? ചിലപ്പോൾ ഇത് വിന്നാവുമായിരിക്കും, പക്ഷേ പ്രോബബിലിറ്റി എന്താണ്? കൂടുതൽ എന്താണ്? അത് ലോസ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഇവിടെ രണ്ട് ഗ്രീന്, ഒരു റെഡ് വന്നു. നോക്കിക്കേ, അടുത്തത് ഗ്രീൻ. മനസ്സിലാവുന്നുണ്ടോ? ഓപ്പോസിറ്റിൽ വരുമ്പോൾ നമുക്ക് എല്ലാ പെയറിലും നിങ്ങൾ ഓടി നടക്കണത് കാണാൻ വേണ്ടിയിട്ട്, നോക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? നോക്കി, ഇവിടെ നോക്കി, ഇതുണ്ടോ? രണ്ട് റെഡ് വന്നു, 3 റെഡ് വന്നിട്ട് നമ്മൾ 2 റെഡ് നോക്കിയാൽ മതി. 2 റെഡ് വന്നു, ബോട്ടം കറക്റ്റാണ്. ഒരു പൊടിക്കുള്ള ഒരു വിക്ക് എടുത്തു. ഇവിടെ ചിലപ്പോൾ ഇത് ലോസ് ആവും, കാരണം വെച്ചാൽ എൻട്രി അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആയി ലോസ് ആയി പോയിട്ടുണ്ടാവും, MTGയിൽ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അത്രയ്ക്ക് വലിയ ഷാർപ്പ് എടുക്കലുകാരൊന്നല്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽ ഗ്രീൻ തന്നെയാണ്, പക്ഷേ ഈ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ MTG കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഇവിടെ ഏതെങ്കിലും ഒരു പാറ്റേൺ വരുന്നത് നമുക്കൊന്ന് ട്രേഡ് എടുക്കാമായിരുന്നു. ഇല്ല, ഇത് ഇവിടെ നടുക്കിൽ ഗ്രീൻ വന്നുപോയി. ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും നമുക്ക് വീഡിയോ ഒരുപാട് കൂടുതലായിട്ട് പോകും. ഓക്കെ, ഇത് നിങ്ങൾ ട്രേഡ് എടുക്കരുത്. ചിലപ്പോൾ വിന്നായിരിക്കും, സമ്മതിച്ചു, പോട്ടെ, എന്നാലും ട്രേഡ് എടുക്കരുത്. നമ്മുടെ സ്ട്രാറ്റജിയായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് അത് പോണത്. ഓക്കെ, ഇത് വേറെ സ്ട്രാറ്റജിയാണ്. അത് നമുക്ക് വരുന്ന സമയത്ത് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയാം. ലൈവ് വരണമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ലൈവ് ക്ലാസ് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എന്തു പറയാം, പറ്റിയില്ല. അതൊന്നും സുഖമല്ല, അതുകൊണ്ട് ഈ ക്ലാസ് വന്നില്ല. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കോട്ടക്സിൻ്റെ ഇത് റീഫ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നിർബന്ധമല്ല എന്ന് പറയുന്നവരുണ്ടാവും, പക്ഷെ ഓട്ടോ റീഫ്രഷ് നടക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ എൻ്റെ മനസ്സമാധാനത്തിന് നിങ്ങൾ റീഫ്രഷ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഒരു ചിന്ത. ഓക്കെ, ഇതിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഒരു ബ്രോൻ്റെ അടുത്ത് 3,000 ദർഹം, ഇന്ത്യൻ INR ഉണ്ട് നോക്കാം. 3,000 രൂപയുണ്ട് നോക്കാം, 3,000 രൂപയുണ്ട് നോക്കാം. ഇവിടെ വാഷ് ഔട്ട് ആകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇദ്ദേഹം ചെയ്യുന്നത് ആദ്യത്തെ ട്രേഡിൽ തന്നെ കൊണ്ടുപോയിട്ട് 1000 രൂപ ഇടും. അത് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ MTG 2000 കൊണ്ടിടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എത്രയായി? ഇതും ലോസ് ആവണമെങ്കിൽ 3000 രൂപ ഇവിടെ തന്നെ ഒരൊറ്റ ട്രേഡിൽ തന്നെ അങ്ങ് പോയി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ടത് ഒരു മണി മാനേജ്മെൻ്റ് ഇല്ലാതെ, സിസ്റ്റം ഇല്ലാതെ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് 3000 രൂപയുണ്ടെങ്കിൽ പോട്ട്
നിങ്ങളുടെ അടുത്ത് 10,000 രൂപയാണെങ്കിൽ പോലും നിങ്ങൾ 70 രൂപയ്ക്ക് ഫസ്റ്റ് ട്രേഡ് എടുക്കുക. 10,000 രൂപ വരെ ഉള്ള ആൾക്കാരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഓക്കെ, പോട്ട് 5,000 രൂപ, 10,000 വേണം, 10,000 പൈസ കുറച്ച് കൂടുതലിടാം, 70 രൂപ ഇടാം. ഇത് ലോസ് ആവണമെങ്കിൽ 140 ഇടുക. നമുക്ക് ആകെ ഇവിടെ ഇതാ ലോസ് വരുന്നത് നമുക്ക് ഇത്ര ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതിന് പകരം ഈ 2 ലോസ്, ഇതൊക്കെ ഇത്രയും വലിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒറ്റ ട്രേഡിൽ തന്നെ ലോസ് ആവുകയും ചെയ്യും. എൻ്റെ വാഷ് ഔട്ട് ആയിപ്പോയി, എൻ്റെ ഇതായിപ്പോയി, എന്താ പറയുക, കോട്ടക്സിനെ നോക്കിയിട്ട് എൻ്റെ കോട്ടക്സ് എന്നെ പറ്റിച്ചു, മായാവി ട്രേഡിങ് എന്നെ പറ്റിച്ചു, അത് പറ്റിച്ചു, ഇത് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണെന്ന് നിങ്ങളുടെ ആദ്യം പറയാം. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് ആർത്തി എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലേ, ഗ്രീഡ്നെസ്. ഇത് നമ്മൾ കുറയ്ക്കണം. ട്രേഡിങ്ങിൽ നമ്മൾ ഇത് വളരെ കുറച്ചാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പോവുള്ളൂ. നമ്മൾ വിചാരിക്കും 70 രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആകെ ഒരു എന്താ പറയുക 60 ഒരു 55 രൂപ 55 രൂപ എത്രയേ കിട്ടുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഞാൻ 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമല്ലോ, നന്നായിട്ട് 850 റുപ്യ 900 റുപ്യേൻ്റെ അടുത്ത് എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യും, അതിടാൻ നോക്കും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തോ മനസ്സിലാവാത്തത്? 2 ലോസ് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ വാഷ് ഔട്ടായി പോകുന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ 3 എന്താ പറയുക ഇത് ലോസ് അടുപ്പിച്ച് വന്ന് എൻ്റെ വാഷ് ഔട്ട് ആവുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇനി അതറിഞ്ഞിട്ട് പോലും നിങ്ങളിങ്ങനെ ചെയ്യുകയാണ്. കാരണം ബൈനറി ട്രേഡിങ് നമ്മൾ ചെയ്യുമ്പോൾ, ഏത് ട്രേഡിങ് ആയാലും, ബൈനറി ട്രേഡിങ് മാത്രമല്ല ഏത് ട്രേഡിങ് ആയാലും കറക്റ്റായിട്ടുള്ള മണി മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്, നമ്മൾ എത്ര 1 crore ആയിക്കോട്ടെ, നമ്മുടെ അക്കൗണ്ട് പോവും, നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോവും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അക്കൗണ്ട് 1 crore ആയിക്കോട്ടെ, നിങ്ങൾക്ക് മണി മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോവും. ഇനി ഇദ്ദേഹം എന്തായി, ഈ ഒരു എ എന്ന് നമുക്ക് ഇദ്ദേഹത്തെ എ എന്ന് പറയാം, ഇത് ബി എന്ന് പറയാം. ഇദ്ദേഹം എന്തായി, ഫസ്റ്റത്തെ സിഗ്നലോട് കൂടി വാഷ് ഔട്ടായി. ഇദ്ദേഹം എന്തായി, വെറും എത്രയായി, 210 രൂപ ഇദ്ദേഹത്തിന് ലോസ് വന്നുള്ളൂ. അടുത്ത ട്രേഡിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഇത് റിക്കവർ ചെയ്തിട്ടെടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ 210 രൂപ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ലോസാന്ന് വെക്കുക. നിങ്ങൾ ഒരിക്കലും അടുത്തത് കൊണ്ടുപോയിട്ട് 420 കൊണ്ടുപോയിട്ട് ട്രേഡ് ഇടരുത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് സ്മോൾ ക്യാപിറ്റൽ. ഞാനൊക്കെ ഇടും. ഞാനൊക്കെ ആ ഡബിളായിട്ടും ട്രിപ്പിളായിട്ടും ഞാനിടും. കാരണം ക്യാപിറ്റൽ അതിനനുസരിച്ചുള്ള ഉണ്ട്. എനിക്കിത് ഈ അക്കൗണ്ട് മാത്രമല്ല വേറൊരു അക്കൗണ്ട് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഞാനിടും. പക്ഷേ ലോ ക്യാപിറ്റൽ മെമ്പേഴ്സിനോട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത്ര ഹറിബറിയായിട്ട് എടുക്കാൻ പോണത്? നിങ്ങൾ എന്തിനാണ് ഇത്ര പെട്ടെന്ന് അടുത്ത ക്യാൻഡിൽ തന്നെ നിങ്ങൾക്ക് റിക്കവറി ആവണമെന്നുള്ളതിൽ ഞാൻ ഒരു ലോസിന് 2 വിൻ സിഗ്നൽ തരുന്നുണ്ട്. ലോസ് എന്തായാലും വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവം തമ്പുരാൻ ഒന്നുമല്ല, നമ്മുടെ ലോസ് വരും. അപ്പോൾ 2 സിഗ്നൽ ഞാൻ തരും. ഒരു ലോസിന് 2 വിൻ സിഗ്നൽ തരും. അങ്ങനെ 2 വിൻ സിഗ്നലിൽ ഈ 210 ഡിവൈഡ് ചെയ്യുക 2ആയിട്ട് എത്രയായി? 105 അല്ലേ? 105. നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ട്രേഡ് നിങ്ങൾ 105 രൂപയ്ക്ക് എടുക്കുക. അതിൻ്റെ അടുത്ത ട്രേഡ് 105 രൂപയ്ക്ക് എടുക്കുക. അങ്ങനെ ലോസിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞാൽ ലോ ക്യാപിറ്റൽ മെമ്പേഴ്സിന് ചിലപ്പോൾ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഫുള്ള് റിക്കവർ ആവാൻ പറ്റിയില്ല എന്ന് വെക്കാം. നമുക്ക് 3 സെക്ഷൻ കിടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു ദിവസം ഒരു ടാർഗറ്റ് വെക്കണം. അത് നിങ്ങളുടെ ലോസിൻ്റെ ആയാലും പ്രോഫിറ്റിൻ്റെ ആയാലും. എനിക്ക് 400 രൂപയാണ് എൻ്റെ പ്രോഫിറ്റ് എനിക്ക് ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് നിർബന്ധമായിട്ട് 400 രൂപയാണ് പ്രോഫിറ്റ് വേണമെങ്കിൽ എൻ്റെ ലോസ് എന്ന് പറയുന്നത് 200 രൂപയായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടുത്താൻ എൻ്റെ കയ്യിൽ പറ്റുന്നത് എനിക്ക് 200 രൂപ മാത്രമേ നഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ. 400 രൂപ ഞാൻ ആ ദിവസം പ്രോഫിറ്റ് ആകും. ഇത് 400 രൂപ ആകുന്നത് വരെ ഞാൻ ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ 200 രൂപ കളയുന്നത് വരെ ഞാൻ ട്രേഡ് ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ 2 ദിവസം കൊണ്ട് നല്ലൊരു വീഡിയോ വേറെ ഇടാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പനിയൊക്കെ ആയതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ,
താങ്ക് യു. നമ്മുടെ VIP ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ചേർന്നോളാം.